ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസ് ചിത്രങ്ങളിൽ വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന രണ്ട് സിനിമകളാണല്ലോ അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധാ കാണ്ഡം എന്നിവ. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ രണ്ട് സിനിമകൾക്കും ചിത്രത്തിന്റെ ആദ്യ 7 ദിവസമാണ് ഇന്ന് ബുധനാഴ്ചയോടെ പൂർത്തിയാകുന്നത്. ടോവിനോ തോമസ് നായകനായി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ അജയന്റെ രണ്ടാം മോഷണത്തിൽ കൃതീഷ് ഷെട്ടി, സുരഭി ലക്ഷ്മി, ഐശ്വര്യ രാജേഷ്, ബേസിൽ ജോസഫ്, ജഗദീഷ്, അജു വർഗീസ്, രോഹിണി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമ ടോവിനോയുടെ കരിയറിലെ തന്നെ സോളോ റിലീസായി തിയേറ്ററിലെത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായി മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കളക്ഷൻ സംബന്ധമായി ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 45 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 5 ദിവസം കൊണ്ട് ചിത്രം 50 കോടി കളക്ഷൻ എന്ന് ARMന്റെ അണിയർ പ്രവർത്തകർ നേരത്തെ പോസ്റ്റർ ഇട്ടിരുന്നുവെങ്കിലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കറക്റ്റ് ഫിഗർ അല്ല ഇതെന്നാണ് ട്രാക്കേഴ്സ് ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 18 കോടി 80 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. 6ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏകദേശം 3 കോടി 40 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ 22 കോടി 20 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഇനി ഈ സിനിമ 6 ദിവസം കൊണ്ട് GCC ഓവർസീസ് കളക്ഷനായി നേടിയത് 19 കോടി രൂപയാണ്. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 45 കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് വിവിധ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാനാകുന്നത്. 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3-3.5 കോടി റേഞ്ചിലാണ്. അതനുസരിച്ചുള്ള ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് നിലവിൽ കേരളത്തിലുള്ളത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നിന്ന് 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 5.5-6 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 7 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ 50 കോടി ക്ലബിൽ എത്തപ്പെടും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 30 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തപ്പെടുമോ എന്നാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നതും. അതേസമയം ഈ വർഷത്തെ ആദ്യ ഓണം വിന്നറായി മാറിയത് കിഷ്കിന്ധാ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രമാണ്. അപർണ ബാലമുരളി, വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ എന്നിങ്ങനെ വളരെ കുറച്ച് താരങ്ങൾ മാത്രം അണിനിരന്ന ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഹെവി പോസിറ്റീവ് അഭിപ്രായം ആദ്യ ദിവസം തന്നെ സ്വന്തമാക്കിയ ഈ ചിത്രം ഓരോ ദിവസവും പ്രേക്ഷകരിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. ഓരോ ദിവസവും കേരള കളക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം 47 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ 2ാം ദിവസം 65 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 3ാം ദിവസം 1 കോടി 40 ലക്ഷം രൂപയും 4ാം ദിവസമായ ഞായറാഴ്ച 1 കോടി 85 ലക്ഷം രൂപയും സ്വന്തമാക്കി വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടി 37 ലക്ഷം നേടിയെടുക്കുകയായിരുന്നു. 5ാം ദിവസമായ തിങ്കളാഴ്ച 2 കോടി 57 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 79 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 9 കോടി 73 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച കളക്ട് ചെയ്യാൻ സാധ്യത 2.5 കോടിക്ക് മുകളിൽ തന്നെയാണ്. അങ്ങനെ ഇന്ന് ബുധനാഴ്ച ചിത്രം 7 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 12 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ 6 ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷൻ 7 കോടി 87 ലക്ഷം രൂപയാണ്. 7ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയോടെ ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷൻ 9 കോടിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 21 കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. 5 കോടി 50 ലക്ഷം ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ കേരള ഷെയറായി മാത്രം 5 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി തളപതി വിജയ് നായകനായി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വന്നാൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം വമ്പൻ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. 11 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി 180 കോടി 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 12ാം ദിവസമായ തിങ്കളാഴ്ച തമിഴ്നാട് കളക്ഷനായി നേടിയത് 6 കോടി 50 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 12 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം 187 കോടി കളക്ട് ചെയ്ത സിനിമ 13ാം ദിവസമായി ഇന്നലെ തമിഴ്നാട് കളക്ഷനായി 7 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 13 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 194 കോടി 75 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 14ാം ദിവസമായി ഇന്ന് ബുധനാഴ്ച തമിഴ്നാട് കളക്ഷനായി ഏകദേശം 6 കോടി 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ 14 ദിവസം പിന്നിടുമ്പോൾ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമ തമിഴ്നാട്ടിൽ മാത്രമായി 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. 13 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാടുമായി 413 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നു എന്ന പോസ്റ്ററാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 14ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയിലെ കളക്ഷനോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 420 കോടിക്ക് മുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 400 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 200 കോടി രൂപയ്ക്കാണ്. സിനിമ തിയേറ്റർ വിജയമായി മാറാൻ 400 കോടി രൂപയായിരുന്നു കളക്ട് ചെയ്യേണ്ടത്. നിലവിൽ 420 കോടി കളക്ട് ചെയ്ത് ഈ സിനിമയും തളപതി വിജയന്റെ കരിയറിലെ ക്ലീൻ ഹിറ്റ് വിജയം നേടിയ സിനിമയായി മാറിയിരിക്കുകയാണ്. അജയന്റെ രണ്ടാം മോഷണം, കിഷ്കിന്ധാ കാണ്ഡം, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നീ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.
വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.